എന്തോ പുഴ എന്തോ നമ്മൾ സാധാരണ ഇല്ല. ഞങ്ങളെ വീടിൻ്റെ താഴെ പുഴയാണ്, റോഡ് സൈഡിലാണ് വീട്. പുഴ എന്തോ നമ്മൾ സാധാരണ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, പാറിയതല്ല, ഇത് മുന്നിൽ കൂടെ വരുന്നത് ഞങ്ങളറിയില്ല. പുഴ നമ്മൾ കയറില്ല, എനിക്ക് റിസോർട്ടൊക്കെ താഴെ പുഴ സൈഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ശബ്ദമാണല്ലോ കേൾക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞ അവളും പറഞ്ഞു ആ ശരിയാണെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഞങ്ങളെ വീടിൻ്റെ വാതിൽ മുട്ടിയും കൊണ്ട് ഒരു സ്ത്രീ കരയുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഒഴുകി വന്നതാണ്, നമ്മളെ വീട്ടിലേക്ക് ഒഴുകി വന്നു. അപ്പോൾ ആ സ്ത്രീൻ്റെ കുട്ടി കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ പുറകത്തെ വീട്ടിലാണ് ആ സ്ത്രീകൾ, സെൽവി എന്ന് പറഞ്ഞ ആൾ. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ ഈ വീട്ടിന് മുന്നിൽ കൂടെ പോകണം ഞങ്ങൾ കണ്ടിട്ടില്ല, ഈ വെള്ളം നിറഞ്ഞു വന്നു. ഞങ്ങളെന്ത് ചെയ്തു, ഈ സ്ത്രീനെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് ഇരുത്തി, മൊത്തം ചളിയും വെള്ളമായിട്ട് വന്ന് അകത്തേറ്റ് ഇവിടെ ഇരിക്കി. ഞങ്ങളൊരു കാര്യം ചെയ്യുക, കുട്ടീനെ ഞങ്ങൾ ശ്രദ്ധിക്കാം, ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടോർച്ച് അടിച്ച് മുറ്റത്തേക്ക് നോക്കുമ്പോൾ വെള്ളം മുഴുവൻ നമ്മളെ പറമ്പ് കൂടെ മരവും കലോട് വഴി കൂടെ ഇങ്ങനെ പോവുക. അപ്പോഴാണ് ഇത് പൊട്ടിയെന്ന് അറിഞ്ഞത്. ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം കയറി അവരെ ആദ്യ പൊട്ട് 1 മണി 1:15 ആ പൊട്ട് ആദ്യമാണ്. അത് പലരും ഇപ്പോൾ സമയങ്ങൾ മാറ്റിയാൽ ഞങ്ങൾ അനുഭവമാണ് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ വെള്ളം എത്തുമ്പോൾ 1:15 1 മണിക്ക് എണീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് 1:15 കൂടിയിട്ട് പൊട്ടി. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ ഈ വെള്ളം കൊണ്ട് ഞങ്ങളെ മുറ്റത്ത് കൂടിയാണ് ഒഴുകുന്നത്, ടോർച്ചടിച്ച് നോക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിലുള്ളത് പറഞ്ഞു, നമ്മളെ വീടൊക്കെ മൊത്തം പോകാമെന്നുള്ള സ്ഥിതിയാണ്, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്. അപ്പോഴത്തേക്ക് മേളത്തെ വീട്ടുകാർ വീണ്ടും അവരെല്ലാവരും കൂടി വന്നു. ഈ സ്ത്രീൻ്റെ കുട്ടീനെ വേറെ ഒരാൾ പിടിച്ച് ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടീനെ പിടിച്ച് രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ എന്തു എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് ഇങ്ങനെ ഞങ്ങളെ വഴി ഇങ്ങനെ ആ വഴിക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് മരവും കല്ലും ഒന്നിച്ച് വരിക, ഒരു പതിയാണ്. അപ്പോൾ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വീട്. ആ വീടിൻ്റെ മറവ് കൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കുള്ള ഒഴുക്ക് അതിലേ പോയിട്ട് ഇവിടെ കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ ഇടവഴി കൂടെ കയറി കാപ്പിച്ച കൂടെ എൻ്റെ അമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക, ഇത് പൊട്ടിയിട്ട് കിടപ്പിലാണ്. അപ്പോൾ മോനോട് പറഞ്ഞു, മോനെ അമ്മേനെ എടുത്തോ എന്ന് പറഞ്ഞാൽ മറ്റേ മോന് ഈ സ്ത്രീനെയും എല്ലാവരും കൂടി ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ അപ്പുറം പോയപ്പോൾ ഞാൻ കിണറ്റിൻ്റെ അകത്ത് വീണുപോയി. ഒരു കിണറുണ്ട് അവിടെ, ഈ കിണറിൻ്റെ ആൾമറ പോയി. ആൾമറ പോയിട്ട് ആരോ പറഞ്ഞ കുഴി ഉണ്ടിട്ടോ എന്ന് പറയാൻ ഞാൻ പോയി. അപ്പോഴേക്ക് ഞാൻ ഇത്രയ്ക്ക് എത്തി. കൈ പൊക്കുമ്പോൾ എൻ്റെ മക്കൾ ഒരു മോനും അടുത്ത ഒരു കൂട്ടുകാരനും കൂടി കൈ പിടിച്ചു. അങ്ങനെ പൊക്കി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് ജയേഷ് പറഞ്ഞ ഒരു കൃഷ്ണകുട്ടിയായിട്ട് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് അപ്പോൾ അവർക്കൊരു ഫോൺ വന്നു, എൻ്റെ അമ്മ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, വാതിൽ തുറക്കാൻ പറ്റും. അവർ വാതിൽ പൂട്ടിയിട്ടാണ് ഉറങ്ങിയിട്ടില്ല, ബാക്കത്തെ വാതിൽ തുറക്കാനും പറ്റും, ചളി വന്ന് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യന്മാരോട് പറഞ്ഞു, അവരെ അമ്മ തങ്കേച്ചി പറഞ്ഞ ആൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, എങ്ങനെയും ആരെങ്കിലും പോയി രക്ഷിക്കുക പറഞ്ഞു. അങ്ങനെ ഇവർ പോയി 2-3 ഓടാലെടുത്ത് വെട്ടിപ്പൊളിച്ച് അവരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ത്രീ അയ്യോ എന്നെ രക്ഷിക്കുന്ന റോഡ് ചളിന്ന് കരയുന്നു. അതിൻ്റെ ബാക്കി കുടുംബമൊക്കെ പോയി, അവരെ കുട്ടിയപ്പം മെഡിക്കൽ കോളേജിൽ ഒന്ന് രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്, ശരിയല്ല. ഒരു കാര്യം അവരെ ഞങ്ങൾ എടുത്തിട്ട് ഈ ജയേഷ് എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മഴ ശക്തിയായി പെയ്യുക. അപ്പോൾ തോന്നി ഇവിടെ സേഫ് അല്ല. ആ വീട് പോയിട്ട് ഞങ്ങൾ പോയതിന് ശേഷം പോയി ആ വീട് പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ സേഫ് അല്ല, ഒരു കാര്യം ചെയ്യും, അമ്മേനെ എടുക്ക്, നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും അടുത്ത വീടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി. അടുത്ത വീട് അതിൻ്റെ കുറച്ച് മുകളിലൊരു വീടുണ്ട്, 2 നില വീടാണ്, കുറച്ച് മുകളിലാണ്. അപ്പോൾ അത്രയും വെള്ളം കയറില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അതിൻ്റെ അകത്ത് പോയി. അതിൻ്റെ അകത്ത് പോയിട്ട് കുറച്ചേർന്ന് അപ്പോഴേക്കും 10-30 ആളായി എല്ലാം ഓടി വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് നമ്മളെ മക്കൾ പറഞ്ഞു ഒരു കാര്യം, നമുക്ക് ഒരു പപ്പേട്ടൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, താഴെ ദൂരെ മേട് കയറി ഇറങ്ങിയാൽ ആ വീട്ടിൽ സേഫാവും. അങ്ങനെ മക്കൾ വഴിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പോയി വേറെ വീട്ടിൽ പോയി. അവരെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഞാനൊരു ബനിയനോ ലുങ്കി മാത്രമേ കിടക്കും പെട്ടത്. അത് മൊത്തം കിണറിലായപ്പോൾ ഇത്ര വരെ ആയി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് അവർ ഒരു ലുങ്കി ഒരു ഷർട്ടും അമ്മയ്ക്കൊക്കെ നൈറ്റി, സ്ത്രീകൾക്കൊക്കെ നൈറ്റി ഉള്ള ഡ്രസ്സൊക്കെ അവർ തന്നു. ഓരോ ഗ്ലാസ് ചായ കട്ടൻ ചായയും വെച്ച് പകുതി കുടിക്കുന്നതിൻ്റെ മുമ്പ് 2ാമത്തെ പൊട്ടാൻ കിട്ടും. അത്ര ടോപ്പിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഇപ്പം തന്നെ വെള്ളം ഇവിടെ എത്തി, ഇവിടുന്ന് ഓടിക്കോ എന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന്. അങ്ങനെ ആ വീട്ടുകാരെയും കൂട്ടി ഞങ്ങൾ ഓടിയിട്ട് ഏറ്റവും ടോപ്പിൽ പോയി അവിടെ നിന്നിട്ട് പിന്നെ ആരാ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പപ്പേട്ടൻ്റെ അടുക്ക് ഇതിലേ വഴി പറഞ്ഞു, അതിലേ പോയി താഴെ പോകുമ്പോൾ ഇതിലല്ല വഴി, ഇതിലേ ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇവരെല്ലാം കൂടി എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും. അത് താഴെയാണ് വഴിയത്, പിന്നെയും തിരിച്ചു വരും. ലാസ്റ്റ് ഒരു 2-2:30 പാതിരാത്രി 1 മണിന് ശേഷം 2:30 ആകുമ്പോൾ 2ാമത്തെ പൊട്ടി 2 മണിക്ക് പൊട്ടി. 1 മണിക്കൂർ ഗ്യാപ്പ് വന്നു. അത് ദൈവം നമ്മളെ സഹായിച്ചാൽ 1 മണിക്കൂർ ആരെങ്കിലും കറണ്ടിൻ്റെ ഞങ്ങൾ ആകെ പെട്ടുണ്ടാവും. എല്ലാ കമ്പി ഇലക്ട്രിക് പോസ്റ്റൊക്കെ കൂട്ടിയിട്ട് റോഡ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോകണം. കമ്പിയൊക്കെ വീടെല്ലാം പൂർണ്ണമായിട്ടും പോയി, എല്ലാം പോയി, ഒന്നുമില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്തോ ആ വീട്ടിൽ നിന്ന് തിരിച്ച് ഓടിക്കുമെന്ന് പറഞ്ഞു. ഓടി പോയിട്ട് ഞങ്ങൾ പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ച് നിന്നോളി, ഇനി ഇവിടുന്ന് പോവുകയാണ്, ഇതിന് മേലേക്ക് വഴിയില്ല,
ഇവിടുന്ന് പോവുകയാണെങ്കിൽ പോട്ടെ. ഇപ്പം നമ്മളെ അമ്മയ്ക്ക് വിറച്ചിട്ട് 57 വയസ്സായി, വിറച്ചിങ്ങനെ നിൽക്കുക, വേദന ഈ ഓപ്പറേഷൻ ചെയ്തു. ഭാര്യ പറഞ്ഞു അമ്മ സഹിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും ജീവൻ എങ്ങനെ കിട്ടട്ടെ. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണി വരെ ആ മഴയും കൊടുത്തു, നല്ല മഴ നല്ല ആ മഴയും കൊടുത്ത് അവിടെ നിന്നു. അവിടെ നിന്ന് 6 മണി വെളിച്ചം വെച്ചപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, താഴേക്ക് ഒരു പപ്പേട്ടൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ താഴെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തനെ അവിടെയാണ് കഴുങ്ങെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് പോകാൻ പറ്റില്ല. അവൻ്റെ മോനിങ്ങനെ വീണിട്ട് പിന്നെ അമ്മേനെ എടുത്തിക്കില്ലേ, അവന് വേറെ പിടിക്കാൻ സ്ഥലമല്ല, അങ്ങനെ അങ്ങോട്ട് വീഴും. അപ്പോൾ ഞങ്ങൾ പിടിക്കും, അവിടെ ഇരുത്തും, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എണീപ്പിക്കും, പിന്നെയും പോകും. ഈ ആൾക്കാരൊക്കെ മൊത്തം 10-50 ആൾ എല്ലാം വരച്ച് നനഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എങ്ങനെയല്ലോ ഞങ്ങൾ താഴെ ആ പപ്പേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഒരു പയ്യൻ നിൽക്കുമ്പോൾ മോനെ 2 നൈറ്റ് തോർത്തുമുണ്ടും കൊണ്ടാ ഒന്ന് അമ്മേനെ തുടപ്പിക്കാനാവും. അങ്ങനെ അവർ തന്ന് എല്ലാവരും തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ ക്യാമ്പിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പൊട്ടിന് ഞങ്ങളെ വീടൊക്കെ പോയി. ഞാൻ ആദ്യത്തെ പൊട്ടിന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒക്കെ നോക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിനകത്ത് വെള്ളം കുറച്ച് മാത്രമേ കയറിയുള്ളൂ. അതിൻ്റെ അടുത്ത് നമ്മളൊരു ഷെഡുണ്ട്, അത് നോക്കുമ്പോൾ അവിടെ നിന്ന് വലിയ വെള്ളമല്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയി താഴെ പോയി. പിന്നെ നമ്മൾ ഇന്നലെ നമ്മളെ മോനൊക്കെ പോയപ്പോൾ പിന്നെ നമ്മളെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, സ്വർണ്ണവും കുറച്ച് റിക്കാർഡൊക്കെ, അതെല്ലാം മൊത്തം പോയി വെച്ചാൽ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഒരു പെട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ പെട്ടി നോക്കുമ്പോൾ എൻ്റെ പേരാണ് വിജയകുമാർ, അഡ്രസ്സുണ്ട്. അങ്ങനെ താഴെ ഒളിച്ചു പോയിട്ട് ആ പെട്ടി എന്തോ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയത്. അര കിലോമീറ്റർ പോകണം. ഞങ്ങൾ ആ ഭാഗത്താണ് ആദ്യം പൊട്ടൊക്കെ വന്നത്. അവിടെ ആ പെട്ടി വീണ്ടും കണ്ടെത്തി പോയിട്ട് വീണ്ടും കണ്ടെത്തി. അതിൽ ആ സ്വർണ്ണം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ വായ്പ വാങ്ങി സ്വർണ്ണം ഈ റിസോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വായ്പ വാങ്ങിച്ച് തിരിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കാം. അത് ഭാര്യ വിട്ട് കൊടുക്കാൻ വേണ്ട, അത് എടുത്ത് വെക്കുമ്പോൾ അത് കിട്ടി. പിന്നെ ഇന്ന് നമ്മളെ റിസോർട്ടൊക്കെ എല്ലാം പോയി. ഇപ്പോൾ ജനറേറ്റർ ഇന്നിപ്പോൾ രാവിലെ പോയി ജനറേറ്റർ അവിടെ കിടക്കുന്നു. അങ്ങനെ ചെറിയ റെക്കോർഡെല്ലാം പോയി, എല്ലാം പോയി. ഈ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറുകൾ രൂപത്തിൽ വന്ന ദൈവമാണ്. ഈ സാധനം മുട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും